സാറ് CPM-ന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ സന്ദർശകരുടെ തിരക്കാണ്. കോൺഗ്രസുകാർ വരുന്നു, BJP-ക്കാർ വരുന്നു. ഇന്നലെ പി ജയരാജനും അദ്ദേഹത്തെ കാണാനായി എത്തിയിട്ടുണ്ട്. ഇനി ആ വീട് ഒരു ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ, BJP-യിലേക്ക് പോകുമോ, അതോ ഇനി CPM-ൽ തന്നെ ഉണ്ടാകുമോ എന്ന സംശയങ്ങളും ഇപ്പോൾ വളരെ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ആ വീട്ടിൽ ഇപ്പോൾ തിരക്കാണ്. അല്ല, ഇതിപ്പം അവസാനം വന്നിരിക്കുന്നത് പി ജയരാജനും അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തി എന്നുള്ളതാണ്. പി ജയരാജന് സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഒരുപക്ഷെ പാർട്ടിയുടെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ്, അനുനയിപ്പിക്കാനാണോ എന്നൊരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ പി ജയരാജനും ഇതുപോലെ പാർട്ടിയിലെ ഒരു ചെറിയ വിയോജിപ്പിൻ്റെ സ്വരമൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. വിയോജിപ്പിൻ്റെ സ്വരത്തിനുപരി പി ജയരാജൻ ഒരു വലിയ ഒരു അദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. PJ ആർമി എന്നൊക്കെ പറഞ്ഞ് ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫ്ലെക്സ് ഒക്കെ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് പിണറായി വിജയൻ കണ്ണൂരിൽ ഒരു യുവാക്കളുടെ ഇടയിൽ പിണറായി വിജയനേക്കാൾ വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ വടകരയിൽ കൊണ്ടുപോയി പരാജയപ്പെടുത്തി പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകാത്തൊരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും അന്നും ഇപ്പൊ രണ്ടുപേരും തുല്യ ശക്തികളാണ്. അതെ, കണ്ണൂരിലെ ചെന്താരകം എന്നാണ് അറിയപ്പെടുന്നത്. അവസാനം ഇദ്ദേഹത്തെ കൊണ്ടൊന്ന് ഒതുക്കി എവിടെ ഇരുത്തി? ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം. അത് ആർക്കും വേണ്ടാത്തതാണ്. നമ്മുടെ കോൺഗ്രസിൽ നിന്ന് പണ്ട് പോയ CPM-ലേക്ക് പോയ ചെറിയാൻ ഫിലിപ്പിന് കൊണ്ടു കൊടുത്തു. ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, പുള്ളി കളഞ്ഞിട്ട് പോയി. തിരികെ അങ്ങ് കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അതിനു മുമ്പിരുന്നത് ശോഭന ജോർജാണ്. കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ടേക്ക് ചേക്കേറി ചെന്നപ്പോൾ കൊടുത്തതാണ്. ശോഭന ജോർജിന് പിന്നെ ആ ഒരു പദവി അവിടെ വരെ എത്താനുള്ള യോഗ്യതയെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്താണ് പി ജയരാജനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. കാരണം പി ജയരാജൻ ആ കണ്ണൂർ പ്രദേശത്തിലെ വടക്കോട്ട് വലിയ ഒരു മൈലേജ് ഉള്ള ആളാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അവരോധിക്കാവുന്ന ഒരാളാണ് പി ജയരാജൻ. അങ്ങനെയുള്ള ഒരാളെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് ഒതുക്കിയതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അവിടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ഇതൊന്നും അങ്ങോട്ട് സഹിക്കാവുന്ന കാര്യമല്ല. വടകരയിൽ നിർത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ തോൽപ്പിക്കാൻ തന്നെയാണ്. വടകരയിൽ നിർത്തി മുരളീധരനോട് തോൽപ്പിച്ചു. അതുപോലെ തന്നെ പിണറായിക്ക് ഒതുക്കണമെന്നുള്ളവരെ ഇങ്ങനെ നിർത്തി തോൽപ്പിക്കും. ഒരു സ്ഥലമായി വടകര മാറിയിരിക്കുക. നമ്മുടെ നിന്നും ഒതുക്കാനുള്ളവരെ നേരെ വടകരയിൽ. അതെ, MA ബേബിയെ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ചു NK പ്രേമേന്ദ്രനെതിരെ. എന്നിട്ട് അവിടെ ചെന്ന് NK പ്രേമേന്ദ്രനെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു, പരനാറി എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? പ്രേമേന്ദ്രൻ്റെ വോട്ട് ഭൂരിപക്ഷം കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ഓരോ തവണയും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേ ഇവിടെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ജയരാജൻ സുധാകരനെ അനുനയിപ്പിക്കാനാണോ പോയത് എന്ന് ചോദിച്ചാൽ അതങ്ങനെ നമുക്ക് തീർച്ച പറയാൻ പറ്റത്തില്ല. ജയരാജന് പലതരത്തിലും ഇത്തരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സുധാകരൻ പറഞ്ഞതിനകത്തും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഇനി പിണറായിക്കെതിരെ ഒരു പടപ്പുറപ്പാട് നടത്താനുള്ള നീക്കമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. കാരണം ജില്ലാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. കാരണം ബ്രാഞ്ച് തലത്തിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഒക്കെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. ബ്രാഞ്ച് സമ്മേളനത്തിലാണല്ലോ പലരും ഇറങ്ങിപ്പോവുകയും അവിടെ നിന്ന് BJP-യിൽ വന്ന് ചേരുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ജില്ലാ സമ്മേളനത്തിന് അതിനേക്കാൾ ശക്തമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ അതിരൂക്ഷമായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ അതിന് മുന്നോടിയായിട്ടാണോ ഇവരുടെ കൂടിക്കാഴ്ച എന്നുള്ളതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ ഇത് പാർട്ടിയിലെ ഈ പിണറായിയുടെ ഒരു പിടിവള്ളി ഇല്ലാതാകുകയാണ്. ആ പിടിവള്ളി ഇല്ലാതാകുമ്പോൾ ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ പിണറായിയുടെ പിടിവള്ളി ഇല്ലാതാകുന്നുണ്ടെങ്കിലും പിണറായി റിയാസിന് വേണ്ടി കാര്യങ്ങൾ അതിൻ്റെ അനുസൃതമായി മുമ്പോട്ട് ചലിപ്പിക്കും. ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകും.
എന്തായാലും 2026 LDF സർക്കാർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല, പ്രായത്തിൽ കൊണ്ട് മാറ്റി നിർത്തും. പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നവുമുണ്ട്. അങ്ങനെ അദ്ദേഹം കാണുന്നത് റിയാസിനെ തന്നെയാണ്. അത്തരത്തിലാണ് അദ്ദേഹം പാർട്ടിയെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്നാക്കി മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ വെട്ടി നിരത്തി എന്നുള്ളതാണ്. മത്സരിപ്പിക്കാതെയും മത്സരിപ്പിച്ച് തോക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ട് നിർത്തി തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പിണറായി കാര്യങ്ങൾ വളരെ സുതാര്യമാക്കി. ഏറ്റവും അവസാനത്തെ തെളിവ് നമ്മൾ പറയുമ്പോൾ രാധാകൃഷ്ണനെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ട് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു, പാർലമെന്റിലേക്ക് പോയി. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ വളരെ ക്ലിയറായി. ഇതൊക്കെ സുധാകരനും ജയരാജനും അംഗീകരിക്കുന്നതായ കാര്യമാണ്, അവർക്ക് അതിനോട് എതിർപ്പും ഉള്ളതായ കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് ജില്ലാ സമ്മേളനങ്ങളിൽ അവർക്ക് ഇവിടെയാണല്ലോ, ജില്ലാ സമ്മേളനത്തിലാണല്ലോ ഓരോരുത്തരുടെയും ആ ഗ്രൂപ്പ് പിടിമുറുക്കാൻ പോകുന്നത്. പിണറായി വിജയൻ VS വെട്ടിവരുത്തിയത് എങ്ങനെ? ഓരോ ജില്ലാ സമ്മേളനം കഴിയും തോറുമല്ലേ ഒടുവിൽ തന്റെ അത് കാലക്രമേണയാണ്. അങ്ങനെയാണ് 15 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നത്, പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. ഒടുവിലെ രണ്ടുപേരും പിണറായിയും VS മത്സരിച്ച സമയത്ത് VS ഒന്നുകൂടി മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു, പക്ഷേ ഒതുക്കിയിരുത്തിയല്ലേ, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി മാത്രം നിർത്തി എന്നുള്ളതാണ് 2016. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ചില മാറ്റവും തുടർചലനങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവരുടെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. പിന്നെ സുധാകരൻ ഒരുപക്ഷെ BJPയിലേക്കോ കോൺഗ്രസിലേക്കോ പോകാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട്. അതിനെ തടയിടാനുള്ള രീതിയിലുമാകാം P ജയരാജൻ അവിടെ ചെല്ലുന്നത്. കാരണം KC വേണുഗോപാൽ അവിടെ വന്നിട്ട് പോകുന്നു, അതിനു മുമ്പ് ഗോപാലകൃഷ്ണൻ വന്ന് കണ്ടു. പക്ഷേ ഈ നേതൃത്വവുമായി വളരെ അടുപ്പമില്ലാത്തൊരു നേതാവാണല്ലോ പി ജയരാജൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ശ്രമവുമായി അദ്ദേഹത്തിന് അതാണ് നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരിക്കും. അതാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ 2-3 വശങ്ങൾ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇങ്ങനെയും ആകാം. ഇനി അതല്ല, G സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് പാർട്ടി വിട്ടു പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്കുണ്ടാകുന്ന വലിയ ക്ഷീണം തന്നെയാണ്. പണ്ടൊക്കെ MV രാഘവൻ പോയില്ലേ, ഗൗരിയമ്മ പോയില്ലേ എന്നൊക്കെ പറയും. അത് പണ്ടത്തെ കാലമാണ്. അന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും കെട്ടുറപ്പുണ്ട്, അടിത്തറയുണ്ട്. CPM എന്ന് പറയുന്ന അതങ്ങനെ ആയിരുന്നു. അതിന്റെ ഇപ്പൊ കംപ്ലീറ്റ് ശിഥിലമായിരിക്കുകയല്ലേ. അപ്പൊ ആ ശിഥിലമായിരിക്കുന്നതിൽ നിന്ന് ഒരു വലിയ വളരെ ബലപ്പെട്ട ഒരു കഴുക്കോൽ ഊരി എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടാണ് അതിനൊരു പക്ഷെ തടയിടാനാണോ പോയത്. ഇങ്ങനെ മറ്റൊരു വശത്ത് BJP നിൽക്കുന്നുണ്ടല്ലേ CPM-നെ വിഴുങ്ങാനായി. അതെ, 2-3 വശങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഈ കൂടിക്കാഴ്ചയിൽ ഒരു സൗഹൃദ സന്ദർശനം ഒന്നുമല്ല. സുധാകരൻ അത്ര വലിയ ആരോഗ്യ പ്രശ്നം നേരിട്ട് അങ്ങനെ കഴിയുന്ന ഒരാളുമല്ല സന്ദർശിക്കാൻ. KC വേണുഗോപാൽ പറഞ്ഞിട്ട് പോയില്ല, KC വേണുഗോപാൽ വന്നത് അതിനാണെന്ന് സുധാകരൻ പറയുന്നു. അതൊന്നും അല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ കോൺഗ്രസ് അല്ല BJP എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ജയരാജന്റെ സന്ദർശനത്തിനകത്ത് ഇങ്ങനെ ചില കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു.